സിമിയാമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സാധാരണ ബാക്കി വന്ന ചോറ് നമ്മളൊക്കെ എന്താ ചെയ്യുക? പിറ്റേ ദിവസം ചൂടാക്കും. ചിലരാണെങ്കിൽ കളയും, ചിലരാണെങ്കിൽ അപ്പത്തിനൊക്കെ ആട്ടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ ചെയ്യാറ് പുട്ടുണ്ടാക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ബാക്കി വന്ന ചോറെടുത്ത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. ആ കട്ടയാക്കി ചോറിനെ തണുപ്പ് മാറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളം അത്രയും പിഴിഞ്ഞ് കളഞ്ഞ് എടുക്കണം. ഈ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ ചോറിനെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് എടുക്കണം. അപ്പോൾ ഈ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. അടിച്ചെടുക്കുന്ന മാവ് ഇതേപോലെ ഇരിക്കും. ഇതിൽ വെള്ളം ഒഴിച്ചൊന്നും അടിച്ച് കളയരുത്. വെള്ളം ഇല്ലാതെ ആ പിഴിഞ്ഞ് കളഞ്ഞ അവസ്ഥയിൽ വേണം അടിക്കാൻ. എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ അടിച്ചെടുത്തതാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അരിമാവ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എത്ര പുട്ട് ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇതിലേക്ക് മാവ് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് പുട്ടിന് നനയ്ക്കുന്നത് പോലെ നനച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ നനച്ചെടുത്ത മാവ്. അതിന് സാധാരണ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണോ ആ വിധത്തിൽ നമ്മൾ കുറ്റിയിൽ നിറച്ച് പുട്ടുണ്ടാക്കുക. അപ്പം ഞാൻ കൂട്ടത്തിൽ പപ്പടം കൂടി പൊരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ പപ്പടം ഈ വിധം കട്ട് ചെയ്തിട്ടിട്ടാണ് പൊരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനമൊക്കെ എണ്ണ ഒരുപാട് ഉപയോഗിക്കേണ്ടി വരില്ല. പിന്നെ അതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനും എളുപ്പമാണ്. അപ്പോൾ എൻ്റെ പുട്ടിനോടൊപ്പം ഞാൻ പയറും പപ്പടവും കട്ടൻ ചായയും റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാവ് പുട്ടും കൂടെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തീർന്നു പോയി എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ചോറും ബാക്കി വന്നെടുത്ത് കളയേണ്ടി വരില്ല. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്ക് ബൈ.